ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 18-ാം അധ്യായം 15 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണ്. പരസ്പരം തിരുത്തുന്നതിനെക്കുറിച്ചാണ് യേശുനാഥൻ സുവിശേഷത്തിൽ പഠിപ്പിക്കുന്നത്. അവിടുന്ന് പറയുന്നത്, നിങ്ങൾ തിരുത്തുമ്പോൾ അവന് മാത്രമായിരിക്കുമ്പോൾ അവനോട് പോയി നിങ്ങൾ തിരുത്തുക, മറ്റുള്ള മനുഷ്യരുടെ മുമ്പിൽ അവനെ അപമാനപ്പെടുത്താതിരിക്കേണ്ടതിനാണ്. അപ്പം ഇതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുമ്പോൾ, യഹൂദരുടെ സംസ്കാരത്തിൽ ഈ പാപികളെ പരസ്യപാപികൾ എന്നൊക്കെ മുദ്ര കുത്തി മാറ്റി നിർത്തുന്ന ഒരു പതിവുണ്ടായിരുന്നു. പാപം ചെയ്തവരെയൊക്കെ അവർ മാറ്റി നിർത്തുന്ന ആ പതിവിലാണ് യേശുനാഥൻ പറയുന്നത്, പാപം ചെയ്തു എന്ന് നിനക്ക് തോന്നിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തെറ്റ് ചെയ്തു എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവനോട് പോയി തിരുത്തുക. അന്ന് അവിടെ നിലനിന്നിരുന്ന നിയമവ്യവസ്ഥിതി പോലും കണ്ണിന് കണ്ണും പല്ലിന് പല്ലുമാണ്. അപ്പോൾ അവിടെ തെറ്റുകാരൻ ശിക്ഷിക്കപ്പെടുക എന്നുള്ള ഒരു നീതി മാത്രമാണ് നിലനിന്നിരുന്നത്. അവിടെയാണ് തിരുത്തുന്ന നീതിയെക്കുറിച്ച് യേശുനാഥൻ പഠിപ്പിക്കുന്നത്. ക്രിസ്തു ശിഷ്യന്മാർക്ക് ഉണ്ടാവേണ്ട ഒരു ബോധ്യവും അതാണ്. കാരണം തെറ്റിനെതിരെ നിൽക്കുക എന്നുള്ളത് ഒരു ക്രൈസ്തവൻ്റെ സാക്ഷ്യമാണ്. അത് അവൻ്റെ ക്രൈസ്തവനായതുകൊണ്ട് തന്നെ അവൻ്റെ ജീവിതത്തിൽ എടുക്കേണ്ട ധാർമ്മിക ഉത്തരവാദിത്തമാണ് തെറ്റിനെതിരെ നിൽക്കുക എന്നുള്ളത്. പക്ഷേ തെറ്റിനെ വെറുക്കുകയും ആ തെറ്റ് ചെയ്ത വ്യക്തിയെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുകയും തെറ്റ് തിരുത്താൻ അവസരം കൊടുക്കുകയും ചെയ്യണമെന്നാണ് സുവിശേഷം നമ്മളോട് പറയുന്നത്. അത് ആ കാലഘട്ടത്തിലെ വിപ്ലവകരമായ ഒരു പഠനമാണത്. അത് യേശുനാഥൻ ആവർത്തിക്കുകയാണ്, അവനെ തിരുത്തി അവനെ നേടുക. എന്നിട്ട് അവസാനം പറയുന്നത് പ്രാർത്ഥനയെക്കുറിച്ചാണ്. നിങ്ങൾ ഒരുമിച്ചിരുന്ന് ചോദിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ മധ്യം ഉണ്ടാവുകയും നിങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾക്ക് തരികയുമെന്നാണ്. അതായത് ദൈവസാന്നിധ്യം പോലും നീയും നിൻ്റെ സഹോദരനും, ഒരുപക്ഷെ തെറ്റ് ചെയ്ത് നീ നേടിയ നിൻ്റെ സഹോദരൻ്റെ സാന്നിധ്യത്തിൽ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ഉണ്ടാകുമെന്നാണ്. അപ്പോൾ ഓരോ പാപിയായ മനുഷ്യനും തെറ്റുകാരനും തിരുത്താൻ ഉള്ള ഒരു അവസരം നൽകുന്ന ദൈവത്തെയാണ് നമ്മൾ സുവിശേഷത്തിൽ കാണുന്നത്. ഇന്ന് നമുക്ക് പലപ്പോഴും സംഭവിക്കുന്ന തെറ്റ്, നീതിയുടെ പേരിൽ തെറ്റുകാരായ മനുഷ്യരെല്ലാം കൊല്ലപ്പെടണമെന്നോ അവരെല്ലാം ശിക്ഷിക്കപ്പെടണമെന്നോ അവരവരുടെ ജീവിതത്തിലെ എല്ലാ നന്മകളും നഷ്ടപ്പെട്ടു പോകണമെന്നോ ഒക്കെ ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ക്രിസ്തു പറയുന്നത്, പാപത്തെ വെറുക്കുകയും പാപിയെ സ്നേഹിക്കുകയും ചെയ്യണമെന്ന്. ഇത് വലിയൊരു ആത്മാർത്ഥത നിറഞ്ഞൊരു പഠനമാണ്. കാരണം അവൻ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്നു. ഈ സ്നേഹത്തിൻ്റെ കണ്ണുകൾ നമുക്കുണ്ടാകാനും ആ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുനാഥൻ അതിന് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.